പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു നാടകം കണ്ടു. ഞാനൊരു വലിയ നാടകപ്രേമിയാണ്. ഒരുവിധപ്പെട്ട കാണാൻ പറ്റുന്ന അത്രത്തോളം നാടകങ്ങൾ കാണുന്ന ഒരാളുമാണ്. കഴിഞ്ഞ ദിവസം കണ്ട നാടകത്തിൻ്റെ പേര് പെണ്ണടൻ എന്നാണ്. പെണ്ണടൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷത്തിന് മേലെയായിട്ട് ആ നാടകത്തിൻ്റെ പേര് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം, നാടക പ്രവർത്തകൻ കൂടിയായ പ്രിയപ്പെട്ട സന്തോഷ് കീഴാറ്റൂർ അവതരിപ്പിക്കുന്ന ഒറ്റയാൾ നാടകമാണ് പെണ്ണടൻ എന്ന് പറയുന്നത്. പഴയ തലമുറയ്ക്ക് ഒരു പക്ഷേ പെണ്ണടൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരാളുണ്ട്. സ്ത്രീവേഷങ്ങളിലൂടെ അരങ്ങിനെ വിസ്മയിപ്പിച്ച ഒരാൾ, ഓച്ചിറ വേലുക്കുട്ടിയാശാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ, അതായത് ആ മനുഷ്യനായിട്ട് സന്തോഷ് കീഴാറ്റൂർ വേദിയിൽ പകർന്നാടുകയാണ്. 1.5 മണിക്കൂർ നേരം കൊണ്ട് ഓച്ചിറ വേലുക്കുട്ടി എന്ന ആ അതുല്യ കലാകാരൻ്റെ ജീവിതം, അത് അയാളുടെ വ്യക്തിജീവിതവും അതേപോലെ തന്നെ അയാളുടെ നാടക ജീവിതവും അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൗമാരകാലം മുതൽ അവസാനം വരെയുള്ള വ്യക്തിജീവിതവും കലാജീവിതവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് 1.5 മണിക്കൂർ ഒരാൾ ഒറ്റയ്ക്ക് വേദിയിൽ പകർന്നാടുകയാണ്. വിസ്മയിപ്പിച്ച് കളഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ല. ആ നാടകം കണ്ടിട്ട് ഇത്രയെങ്കിലും ആ നാടകത്തെക്കുറിച്ച് പറയാതിരുന്നാൽ മോശമായി പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നാടകത്തെക്കുറിച്ച് ഇങ്ങനെയൊരു വീഡിയോ, ഒരഭിപ്രായം പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സൂപ്രതാരം ശ്രീ മോഹൻലാലിൻ്റെ ആമുഖത്തോടുകൂടി ആരംഭിക്കുന്ന ആ നാടകത്തിൽ ഈ 1.5 മണിക്കൂറിനിടയിൽ ഒരു സെക്കൻഡ് സമയം പോലും ഈ നടൻ അരങ്ങ് വിട്ടു പോകുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 1.5 മണിക്കൂറിനിടയിൽ ഒരു സെക്കൻഡ് നേരം പോലും അയാൾ ആ അരങ്ങിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതിമനോഹരമായ ശബ്ദ സംവിധാനങ്ങളും അതിമനോഹരമായ വെളിച്ച സംവിധാനം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് അതിലെ ദീപവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലും മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ പല കഥാപാത്രങ്ങളായിട്ടാണ് അദ്ദേഹം നളിനി കുമാരനാശൻ്റെ കഥാപാത്രങ്ങളിലൂടെ ഒരു യാത്ര തന്നെ നടത്തുകയാണ് അദ്ദേഹം. നളിനിയായി, ലീലയായി, സീതയായി, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായ വാസവദത്തയായി ഒക്കെ ഇങ്ങനെ പകർന്നാടുകയാണ്. ഈ ഓരോ കഥാപാത്രത്തിൽ നിന്നും അടുത്ത കഥാപാത്രത്തിലേക്ക് മാറുന്ന സമയത്ത് ആ കഥാപാത്രം സാരി ഉടുക്കുന്നൊരു വേഗതയുണ്ട്. അതായത് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ, അരങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ഉടുത്തിരിക്കുന്ന വേഷം മാറി അദ്ദേഹം സാരി ഉടുക്കുന്നൊരു വേഗതയുണ്ട്. അതായത് സാധാരണ നമ്മൾ കാണുന്ന സ്ത്രീകളൊക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും ശരാശരി എടുക്കാറുണ്ട് എന്ന് തോന്നുന്നു ഒരു സാരി ഉടുക്കാൻ. പക്ഷേ ഇത് വെറും ഒരു ലൈറ്റ് മാറുന്ന സമയം, ഒരു ലൈറ്റ് ഓഫായി ഓണാകുന്നതിനിടയിലുള്ളൊരു 30 സെക്കൻഡോളം വരുന്ന സമയത്ത് ആ രണ്ട വെളിച്ചത്തിൽ നമുക്ക് കാണാം അദ്ദേഹം വേദിയിൽ നിന്ന് അതിമനോഹരമായിട്ട് തന്മയത്വത്തോടെ ഒരു സാരി മാറ്റി അടുത്ത സാരി ഉടുക്കുന്നൊരു വേഗതയുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം വെറും ചമയം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടുകൂടി ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായി മാറുന്ന ഒരു പകർന്നാട്ടമാണ് ആ വേദിയിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കണ്ടിരിക്കേണ്ടതായ ഒരു നാടകം. ആ നാടകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ശ്രീ സന്തോഷേട്ടൻ പറയുന്നുണ്ട്, നാടകം കാണുന്നതും ഒരു കലാപ്രവർത്തനമാണ്. അതായത് ഈ നാടകം കാണുന്നതൊരു വലിയ കലാപ്രവർത്തനം തന്നെയാണ്. കാര്യം ഇത്തരം നാടകങ്ങൾ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ അപൂർവമായി സംഭവിക്കാറുള്ളൂ. അത്യപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ കഴിവതും നിങ്ങൾ അടുത്ത വേദി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ നാടകം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെയാണ് പറയുക, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞാലേ അതിനൊരു അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. ആ നാടകം കണ്ടിട്ട് നമ്മുടെ സുപ്രസിദ്ധ സംവിധായകനുള്ള ബ്ലസ്സി സാർ ആ നാടകം കാണാൻ അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ. ആ വേദിയിൽ ഞങ്ങൾ കാണുമ്പോൾ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നാടകം കണ്ടിട്ട് വേദിയിൽ വന്നിട്ട് പറഞ്ഞത്, വാസവദത്ത ശരിക്കും ഇത്രത്തോളം സുന്ദരിയായിരുന്നോ എന്നാണ് പറഞ്ഞത്. അത്ര മനോഹരമായിട്ടാണ് സന്തോഷേട്ടൻ ആ കഥാപാത്രത്തിലേക്ക് പകർന്നാടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ടിനിച്ചേട്ടൻ വേദിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, ഈ ഒറ്റയാൾ നാടകം പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു കടലിലേക്കുള്ളൊരു എടുത്തുചാട്ടമാണ്. കർട്ടൻ വീരുക എന്ന് പറഞ്ഞാൽ ആ കടലിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞു, പിന്നെ 1.5 മണിക്കൂർ നേരം യാതൊരു രക്ഷയുമില്ല.
ആ കഥാപാത്രത്തിലൂടെ ഇങ്ങനെ പകർന്നാടി ആ അവസാനം നാടകം അവസാനിക്കുന്ന ആ സമയം വരെ എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ് ആ ആഴക്കടലിൽ അദ്ദേഹം. വിസ്മയിപ്പിക്കുന്ന പ്രകടനം, പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പറഞ്ഞേ പറ്റൂ, പറയണം. കാരണം ആ ഒരു കലാകാരൻ്റെ അത്രയും വലിയൊരു പ്രയത്നമാണ്, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. അത് കണ്ടില്ല എന്ന് നടിക്കരുത്. പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ പിക്ചേഴ്സ് രവി അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞാനൊരു കലാകാരനല്ല, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, സംവിധാനം ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഞാനൊരു കലാകാരനാവണം എന്നാഗ്രഹിച്ചത് കൊണ്ട് ഞാൻ കണ്ടെത്തിയ വഴി നല്ല സിനിമകൾ നിർമ്മിക്കുക എന്നതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു നീതി, ഇത്രയും കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ് ഈ നാടകം. അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു നീതി എന്ന് പറയുന്നത്, പരമാവധി കാണാൻ പറ്റുന്നവർ ഈ നാടകം പോയി എവിടെയാണോ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളത് അത് കാണുക. അതേപോലെ തന്നെ ഈ നാടകം അവതരിപ്പിക്കാൻ വേദികൾ ഒരുക്കി കൊടുക്കുക, മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരം കൂടി. നമ്മൾ എത്രയോ നാടകങ്ങൾ പല പല പരിപാടികൾക്ക്, ഉത്സവങ്ങൾക്കാകട്ടെ, ക്ലബിൻ്റെ വാർഷികങ്ങൾക്ക്, സ്കൂൾ വാർഷികങ്ങൾക്ക് ഒക്കെ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു നാടകമായിട്ട് നിങ്ങൾ ഈ നാടകത്തെ പരിഗണിക്കണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിരിക്കും. നാടകപ്രേമികൾക്ക്, നാടകത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു അനുഭവം, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ അനുഭവമായിരിക്കും ഈ നാടകം. അതായത് ഒരു പുരുഷവേഷം കെട്ടാൻ ആഗ്രഹിച്ച് നാടകരംഗത്തേക്ക് വന്ന ഒരു വലിയ അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ട് സ്ത്രീവേഷം കെട്ടുകയും പിന്നീട് ആ വേഷങ്ങളിൽ തന്നെ തളച്ചിടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നം കാണുന്നുണ്ട് കർണനായി പകർന്നാടുന്നതും, അതുപോലെ പുരുഷ വേഷങ്ങളിലേക്കൊക്കെ പകർന്നാടുന്നത് സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. അങ്ങനെ കുടുംബജീവിതം താറുമാറായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും പറയുന്നു നിങ്ങൾക്ക് പെണ്ണിൻ്റെ മണമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ സംശയിക്കുകയാണ് സ്വന്തം വ്യക്തിത്വത്തെ, താൻ ആണാണോ പെണ്ണാണോ എന്ന് അയാൾക്ക് പോലും സംശയം തോന്നുന്ന അവസ്ഥകളെയൊക്കെ അതേപോലെ ഒരു തീവണ്ടി യാത്രയൊക്കെ വളരെ മനോഹരമായിട്ട് സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില മാനസിക അവസ്ഥകളൊക്കെ, ഭാര്യ തള്ളി പറയുമ്പോഴുള്ള മാനസികാവസ്ഥകളായാലും, ദുരനുഭവങ്ങൾ പലതും നേരിടുമ്പോഴുള്ള മാനസികാവസ്ഥകളായാലും, അരങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥകളായാലും ഒക്കെ പകർന്നാടിയിരിക്കുന്നത് വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ്. ആ വിസ്മയിപ്പിക്കുക എന്ന വാക്കുപോലും അതിനു മുമ്പിൽ ചെറുതായി പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സന്തോഷേട്ട, ആ നാടകം കണ്ടിട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ല എങ്കിൽ മനസ്സിനൊരു സമാധാനം ഇല്ല. തീർച്ചയായിട്ടും മറ്റുള്ളവരും കഴിയുന്നിടത്തോളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാടകം കാണണം. ഈ നാടകത്തിന് നിങ്ങൾ വേദികൾ കൊടുക്കണം തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഉത്സവകാലങ്ങൾ, ഓണക്കാലം, ഉത്സവകാലമൊക്കെയാണ് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ഈ നാടകം കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ആ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും, ഒപ്പം അതിൻ്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് സന്തോഷേട്ടനും എല്ലാവിധ ആശംസകളും.